ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മാമന്നൻ എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മാരി സെൽവരാജാണ് ഈ സിനിമയുടെ ഒരു സംവിധാനം ചെയ്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മികച്ച സംവിധായകനാണ് മാരി സെൽവരാജ്. അതിനൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. കർണൻ എന്നൊരു സിനിമ ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് അന്ന് തൊട്ടേ അദ്ദേഹം എടുക്കുന്ന ഒരു സബ്ജക്റ്റും എല്ലാം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് ഈ ഒരു മാരി സെൽവരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമകളിലൊക്കെ ഒരുപാട് ഈ ഒരു തമിഴ്നാട്ടിൽ നടന്ന കുറേ നമ്മുടെ ഈ ഒരു അറിയപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വൺ സ്ക്രിപ്റ്റും തയ്യാറാക്കിയാണ് ഇദ്ദേഹം ഓരോ സിനിമയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അദ്ദേഹം ഒരു മികച്ച ഒരു സംവിധായകനാണ്. ഇപ്പോൾ അദ്ദേഹം മാമന്നൻ എന്നൊരു സിനിമ ഇപ്പോൾ എടുത്തേക്കാണ്. മാമന്നനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വടിവേലുവിനുള്ള ഒരു ട്രിബ്യൂട്ട് സിനിമയാണ്. വടിവേലു ഇത്ര വർഷമായിട്ട് ഓരോ സിനിമയിലൊക്കെ ഓരോ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് അദ്ദേഹം മൊത്തം കൊമേഡി വേഷങ്ങളാണ് ഒരുപാട് വടിവേലു ചെയ്തത്. പക്ഷേ വടിവേലിന് ഈ സിനിമയിൽ ഒരു മികച്ച കഥാപാത്രം കൊടുത്ത് മാരി സെൽവരാജ് അതിൽ ഒരു വേഷം കൊടുത്ത് വേറെ ലെവലായിരുന്നു. മാമന്നൻ എന്നാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അത് തന്നെയാണ് ഈ സിനിമയ്ക്കും ഇട്ടേക്കുന്നത്. കൂടെ ഉദയനിധി സ്റ്റാലിൻ, ഫഹദ് ഫാസിൽ, കീർത്തി സുരേഷ്, ലാലി, സുനിൽ റെഡ്ഡി അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും വന്നു പോകുന്നുണ്ട്. പൊളിറ്റിക്സിന് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്താണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സിനിമ ഇറങ്ങിയ സമയം തൊട്ടേ ഫഹദ് ഫാസിലായിരുന്നു ഏറ്റവും മികച്ച വേഷമെന്ന് ഫഹദ് തകർത്തെന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഉദയനിധി സ്റ്റാലിനെ പറ്റി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയും കൂടിയാണ് ഈ ഒരു മാമന്നൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അദ്ദേഹം അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ വേണ്ടി പോയ സമയത്ത് കിട്ടിയൊരു പടമാണ് ഈ മാമന്നൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി ഇല്ലാത്ത ഒരു പവർ പഞ്ച് ഇല്ലാത്ത ഒരു നടൻ, കിടിലൻ മാസ് സീനൊക്കെ കൈ കൊടുത്തെങ്കിൽ അദ്ദേഹം ഒരു ഉഷാറില്ലാതെ കണക്ക്. ഇനി ഇതിന് ക്യാമറ വർക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, അദ്ദേഹം അഭിനയിച്ചിൻ്റെ പ്രശ്നമാണോ അറിയത്തില്ല. എന്നാലും ഒരു സ്ലോ ഫേസ് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉദയനിധി കണ്ടിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തത്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ, ഈ സിനിമയുടെ നട്ടല്ലെന്ന് പറയപ്പെടുന്ന ഫഹദ് ഫാസിലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗംഭീര ആക്ടറാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മേക്ക് ഓവർ, വാക്കിംഗ് സ്റ്റൈല്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം വേറെ ലെവലായിരുന്നു. പക്ഷേ അദ്ദേഹം കുറേ പവർ പഞ്ച് പോലെ കുറച്ച് കാര്യങ്ങളും മാസ് എലമെൻറ്റും കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് ഇടിഞ്ഞ് പോകണമൊക്കെ തോന്നിപ്പോയി. പിന്നെ വടിവേലുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വടിവേലു കുറേ ഇടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പ്രത്യേകതരം മാനറിസങ്ങൾ, ആക്ടിങ് സ്കില്ല് കാര്യങ്ങളെ കാണിച്ചത് വേറെ ലെവൽ തന്നെ ചോദിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും. വടിവേലുവിൻ്റെ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം അങ്ങ് ഗംഭീരമായൊരു പ്രകടനം വടിവേലു കാണിച്ചിരിക്കുന്നത് അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ഒരു 2 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനും മാസ് ഡയലോഗുകളും പെർഫോമൻസ് ലെവലും എല്ലാം കൊണ്ട് വടിവേലു വേറെ ലെവൽ തന്നെ ഈ സംഭവം ചോദിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇത്രയും കൊല്ലം കൊമേഡിയനായിട്ട് നിന്ന വടിവേലുവിന് ഇങ്ങനെ ഒരു കഥാപാത്രം കൊടുത്ത് അതിനെ നല്ല ഒരു ഡെപ്തോട് കൂടി ഹൈപ്പോട് കൂടി എൻഡിങ് വരെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഉള്ളത് മാരി സെൽവരാജിന് എന്ന സംവിധാനം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിനാണ് അങ്ങനെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ട് കൊമേഡി ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച് പോയതിന് മനസ്സിന് ഒരു പ്രത്യേകതര ഒരു റോളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് അപ്പോൾ അദ്ദേഹം നന്നായിട്ട് തന്നെ വൃത്തിക്ക് ചെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വടിവേലി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ കാണുന്നത്. അത് വേറെ ഒരു സംഭവം. ഇങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിന് പോലും വടിവേലിൻ്റെ അടുത്ത് കാസ്റ്റ് ചെയ്തതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. വേറെ ലെവലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ കീർത്തി സുരേഷുണ്ട്. കീർത്തി സുരേഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തി സുരേഷ് ഒരു നല്ല പെർഫോമൻസ് കാണിച്ചു. ഒരു നാടൻ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടികളുടെ ഒരു ഡ്രസ് കോഡ്, കയ്യിൽ ആ ഒരു ചരട് കെട്ടുന്ന രീതിയായിരുന്നാലും എല്ലാം കൊണ്ട് ഒരു ഗ്രാമീണത്തിലുള്ള ഒരു പെൺകുട്ടി വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് എങ്ങനെ ഇരിക്കും ആ ഒരു ടച്ചിൽ കിടുവായിട്ട് കീർത്തി സുരേഷ് ഈ വേഷം ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ സുനിൽ റെഡ്ഡിയുടെ പെർഫോമൻസും വേറെ ലെവലായിരുന്നു. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ് രവിയുടെ കഥാപാത്രം. ഒരു ഡയലോഗോ ഒന്നുമില്ലെങ്കിൽ പോലും ആ ഒരു കഥാപാത്രത്തിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ടെന്നാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട. രവി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ രവിയുടെ മകളാണ് രവി. ഇവരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ കുറച്ച് വേഷങ്ങളും കാര്യങ്ങളൊക്കെ അഭിനയിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ആ ഒരു കാര്യം വെച്ച് രവീണയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേറെ ലെവലാണ്. രവീണ നന്നായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ആൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു
ഞാൻ കരുതുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസ് എലമെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫഹദ് ഫാസിൽ അങ്ങ് തകർക്കുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ എവിടെയൊക്കെ വെച്ച് ഫഹദ് ഫാസിലിൻ്റെ ഒരു ഗ്രാഫ് അങ്ങ് താഴ്ന്നു പോകുന്നത്, പിന്നെ സ്ക്രിപ്റ്റിൽ നിന്ന് പതിയെ മാറി പൊളിറ്റിക്കൽ പരമായ കുറച്ച് കാര്യങ്ങളിലൊക്കെ പോകുന്നതൊക്കെ എനിക്ക് തോന്നിപ്പോയി. ആദ്യമൊക്കെ കൊടൂര മാസും കാര്യങ്ങളൊക്കെ ഇറന്നെങ്കിൽ പോലും പിന്നെ ആ ഒരു ഗ്രാഫ് അങ്ങ് മാറുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഈ സിനിമ ഞാൻ എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു മികച്ച ഒരു ചലഞ്ച് സിനിമയായിരിക്കും. ഒരു തർക്കങ്ങൾ, ഫൈറ്റ്, മാരക ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മികച്ച പടമാണെന്ന് കരുതിയത്. പൊളിറ്റിക്സിനും പ്രാധാന്യം കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് സീക്വൻസും മാസ് എലമെൻ്റൊക്കെ ഉള്ള ഒരു മികച്ച സ്ക്രിപ്റ്റോട് കൂടി പോകുന്ന പടമാണെന്ന് കരുതിയത്. മികച്ച സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും ഫൈറ്റ് സീക്വൻസിനും മറ്റ് മാസ് എലമെൻ്റൊക്കെ ഒരു ഗ്രാഫ് താഴ്ന്ന പോലെയാണ് ഈ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ ഫൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു കൊടൂര മാസ് സീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ അത്രയ്ക്ക് സക്സസ്സുമായില്ല എന്ന് വേണം പറയേണ്ട. അതാണ് മാമന്നൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ആൾമോസ്റ്റ് വടിവേലു, ഫഹദ് ഫാസിൽ, കീർത്തി, ഉദയനിധി സ്റ്റാലിൻ ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്തെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. രവിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, സുനിൽ റെഡ്ഡി, ലാൽ, നമ്മുടെ മിനിസ്റ്ററുടെ ലാൽ വരുന്ന, അപ്പോൾ ലാലിൻ്റെ ഒരു പ്രസൻസൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ നമുക്കങ്ങ് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയ പോലത്തെ കുറച്ച് ഫൈറ്റും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് എ ആർ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിനെ പറ്റിയാണെങ്കിൽ ഒരു പ്രാധാന്യം ഇല്ലതായിപ്പോൾ. ഈ പാട്ടുകളൊന്നും അത്ര ഗംഭീരമായിട്ട് വന്നില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നില്ല, അതിനൊന്നും ഒരു പ്രശസ്തി ഈ സിനിമയിലില്ല. ഇതിൽ പ്രധാനമായിട്ട് പെർഫോമൻസിനും കഥയ്ക്കും ഒക്കെയാണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം കാണിച്ച മൂന്ന് പേരാണ്. 1 വടിവേലു, 2 ഫഹദ് ഫാസിൽ, 3 കീർത്തി സുരേഷ്. ഇവർ 3 പേരും ഗംഭീര പ്രകടനം കാണിച്ചൊരു സിനിമയാണ് മാമന്നൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ പോയി മസ്റ്റായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് നല്ല പോലെ ഒന്ന് ത്രില്ലിംഗ് മൂഡ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു മഹാ ഇടിപ്പടമായിരിക്കും, അല്ലെങ്കിൽ മാസ് ഇടിപ്പടമായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷേ അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിൽ പോലും കൊള്ളാം എന്ന രീതിക്ക് തന്നെയാണ് മാരി സെൽവരാജ് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സിനിമ. കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കൂട്ടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ അത്രയ്ക്കൊന്നും അല്ലാത്തൊരു നല്ല പോലെ എടുത്തു വെച്ചെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് മാമന്നൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാരി സെൽവരാജ് പടങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക. അതൊരു തമിഴ് സിനിമയിലെ ഒരു മികച്ച കോണ്ടൻറ്റുകൾ, മികച്ച കഥയെല്ലാം കൊണ്ടുവരുന്ന ഒരു മികച്ച സംവിധായകനാണ് മാരി സെൽവരാജ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമയും കാര്യങ്ങളൊക്കെ വരട്ടെ പറഞ്ഞുകൊള്ളുകയാണ്. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിനും വടിവേലുവിനും നല്ല ഒരു റോള് കൊടുത്ത് മികച്ചതുപോലെയാണ് ഈ സിനിമയിൽ അവരെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ചിട്ട് മികച്ച പടമായിരുന്നു മാമന്നൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കുറച്ചും കൂടെ ഡോസ് കൂട്ടി കുറച്ചുകൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒരു മാസ് എലമെൻറ്റോട് കൂടി അവതരിപ്പിച്ചെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കിട്ടിപ്പോയേനെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ചൊരു നല്ല പടം കണ്ടെന്നുള്ളൊരു ഫീലാണ് എനിക്കിപ്പോൾ ഈ ഒരു മാമന്നൻ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു അപ്ഡേറ്റോ റിവ്യൂയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.